സർക്കാർ നൽകുന്ന ഡിജിറ്റൽ ഐഡി കാർഡ് എല്ലാ പൗരന്മാർക്കും നിർബന്ധമാക്കുക വഴി ഉത്തര കൊറിയയുടെയും ചൈനയുടെയും താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെയും നിലവാരത്തിലേക്ക് ബ്രിട്ടൻ എത്തുകയാണെന്ന ശക്തമായ ആരോപണം ഉയരുന്നു. അനധികൃത കുടിയേറ്റം തടയുന്നതിന് എന്നവകാശപ്പെട്ടുകൊണ്ട് കീർ സ്റ്റാർമർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ പദ്ധതിയാണ് ബ്രിഡ് കാർഡ് എന്നറിയപ്പെടുന്ന പുതിയ ഡിജിറ്റൽ ഐഡി കാർഡുകൾ. ഒരു വ്യക്തിക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതിനും തൊഴിലെടുക്കുന്നതിനും നിയമപരമായ അവകാശമുണ്ടോ എന്ന് എളുപ്പത്തിൽ ഇതുവഴി പരിശോധിക്കാൻ കഴിയും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. വിശദമായി പൂർണ്ണ വിവരങ്ങൾ സഹിതം ഇന്ന് പ്രഖ്യാപിക്കപ്പെടും എന്ന് കരുതപ്പെടുന്ന ഈ പദ്ധതി പക്ഷേ കൺസൾട്ടേഷന് ശേഷം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ജോലിയിൽ പ്രവേശിക്കുമ്പോഴും വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴുമൊക്കെ ഡിജിറ്റൽ ഐഡി കാണിക്കേണ്ടി വരുന്ന ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് നൽകുന്നത്. ഒരു നിശ്ചിത ആപ്പിലായിരിക്കും ഈ കാർഡ് കാണിക്കേണ്ടത്. കാർഡിലെ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി സെൻട്രൽ ഡാറ്റാബേസിലെ വിവരങ്ങളുമായി ഒത്തുനോക്കപ്പെടും. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഒഴിവാക്കാൻ ഇതുവഴി കഴിയുമെന്ന് അവകാശപ്പെട്ട ഹോം സെക്രട്ടറി തന്റെ ദീർഘകാല രാഷ്ട്രീയ വീക്ഷണം ഐഡി കാർഡുകൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അർദ്ധമനസ്സാണ്. സിവിൽ ലിബർട്ടീസ് ഗ്രൂപ്പുകളിൽ നിന്നും കടുത്ത പ്രതിഷേധം നേരിടേണ്ടതായി വരുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട്. റഷ്യ, ബെലാറൂസ്, ഇറാൻ എന്നിവയുൾപ്പെടെ ലോകത്തിലെ സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ സവിശേഷതയാണ് നിർബന്ധ ഐഡി കാർഡുകൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഉത്തര കൊറിയയിൽ എല്ലാവർക്കും ഐഡി കാർഡ് നിർബന്ധമാണ്. രാജ്യത്തിനകത്തു തന്നെ ഒരു പ്രവിശ്യയിൽ നിന്നും മറ്റൊന്നിലേക്ക് മുൻകൂർ അനുമതിയില്ലാതെ പോകാൻ കഴിയാത്ത ഇവിടെ പൗരന്മാരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനാണ് ഐഡി കാർഡുകൾ ഉപയോഗിക്കുന്നത്. ചൈനയിലാണെങ്കിൽ 16 വയസ്സ് പൂർത്തിയായാൽ ഐഡി കാർഡ് നിർബന്ധമായും എടുത്തിരിക്കണം. ഇവിടെ പോലീസ് കൂടെ വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാറുണ്ട്. ആവശ്യപ്പെടുന്ന സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കാൻ കഴിയാത്ത വിദേശികൾക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടതായും വരാം. ഇറാനിൽ 15 വയസ്സ് കഴിഞ്ഞ ഇറാനിയൻ പൗരന്മാർക്കും സ്ഥിരതാമസക്കാർക്കും ഐഡി കാർഡ് നിർബന്ധമാണ്. ആവശ്യപ്പെടുമ്പോൾ ഐഡി കാർഡ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തടവ് ശിക്ഷ ലഭിക്കും. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലും ഐഡി കാർഡ് നിർബന്ധമാണ്. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണെന്ന് ചില മതപണ്ഡിതന്മാർ പറഞ്ഞതിനാൽ ഐഡി കാർഡിൽ ഫോട്ടോ പതിക്കണമെന്ന നിബന്ധന സ്ത്രീകൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അനധികൃത കുടിയേറ്റം തടയാൻ ഈ പദ്ധതി ഉപകാരപ്പെടില്ല എന്ന് തുറന്നടിച്ച നെയ്ജൽ ഫരാജ് മറ്റുള്ളവരെ ശിക്ഷിക്കാൻ മാത്രമേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ഭരണകൂടത്തിനും ഇത്രയും അധികാരം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റം തടയുന്നതിൽ സർക്കാരിന് സംഭവിച്ച പരാജയം മറച്ചുവെക്കുന്നതിനുള്ള ഒരു കൺകെട്ട് വിദ്യ മാത്രമാണിതെന്നാണ് കെമി ബെഡ്നോക്ക് ആരോപിക്കുന്നത്. നിലവിൽ വരുന്നതിന് മുൻപായി ഇത് നിയമമാക്കേണ്ടതുണ്ട്. പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത് ചൂടേറിയ വാഗ്വാദങ്ങൾക്ക് ഇടയാക്കും എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇത് ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പരാമർശിക്കാത്ത ഒരു കാര്യമാണ് എന്നതിനാൽ തീർച്ചയായും പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ എതിർപ്പുകളും പ്രതീക്ഷിക്കാം.